നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്തം 10 ഓണം, ഇനിയൊരു 10 ദിവസം കൂടെയുള്ള ഓണത്തിന്. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് നമ്മുടെ ഓണസദ്യയിലും അതുപോലെ തന്നെ കല്യാണ സദ്യയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം, അതായത് പുളിയിഞ്ചി. ഇഞ്ചമ്പുളി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ കല്യാണ സദ്യക്കൊക്കെ കഴിക്കുന്ന സമയത്ത് ഇഞ്ചമ്പുളി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇന്ന് അത് ഉണ്ടാക്കുന്നത് അമ്മയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. 250 ഗ്രാം പുളിയാണ് നമ്മൾ പുളിയിഞ്ചി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്: കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി. ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് അരിയാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 5 വലിയ ശർക്കര. ഇനി നമുക്ക് ആ പുളി ഒന്ന് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പ വെച്ച് അതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത് 3 ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ പുളി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ ഉപ്പ്, കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 5 ശർക്കര അത് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക്, ഉലുവ, കടുക്, പാകത്തിന് കറിവേപ്പില ഇതൊന്ന് മൂപ്പിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യാം. വളരെ എളുപ്പമാണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്.